അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മദീന പള്ളിയാണ് സന്ദർഭം. ഒരു വെള്ളിയാഴ്ച ഇതുപോലെ ഒരു റമദാനിൽ മിമ്പറിലേക്ക് കയറുകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പതിവിന് വിരുദ്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്നിങ്ങനെ 3 തവണ ആവർത്തിച്ചതായി സ്വഹാബത്തിന് കേൾക്കാൻ സാധ്യമായി. എന്നാൽ ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അവിടെ കാണാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മദീന പള്ളിയിലെ സന്ദർഭത്തിൽ ജനങ്ങൾ ജുമുഅ കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ റസൂലുള്ളാഹിയെ കാത്തിരുന്നത് 2 സന്ദർഭങ്ങളിലാണ്. അതിലൊന്ന് ഇതായിരുന്നു. കാരണം ജുമുഅ കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു റസൂലുള്ളാഹിയോട്, പ്രവാചകരെ, പതിവില്ലാതെ അങ്ങ് 3 തവണ ആമീൻ പറഞ്ഞു, എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ റമളാൻ കടന്നു വരികയും അതവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ട് ഇത്രയും നല്ല ഒരു സന്ദർഭം ലഭിച്ചിട്ട് അവൻ്റെ പാപങ്ങളെ കരിച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചതും ഞാൻ ആമീൻ പറഞ്ഞതും അവന് സ്വർഗം വിദൂരമായി പോകട്ടെ എന്നായിരുന്നു. ഫഅബ്അദഹുല്ലാഹ് എന്നാണ് മഹാനായ ജിബ്രീൽ പ്രാർത്ഥിച്ചത്. അവന് ഇനി നന്നാവേണ്ട എന്നാണ് ആ പ്രാർത്ഥന. ഇത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വന്ന് കയറി പോകുന്ന സമയത്ത് വെറുതെ അങ്ങ് വന്ന് പറഞ്ഞതല്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ പ്രാർത്ഥന പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. ഈ റമളാൻ സമാഗതമായി ഇത്രയും ദിവസം നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും അവനവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ കരിച്ചു കളയാൻ, തീർത്ത് കളയാൻ, കഴുകിക്കളയാൻ ശ്രദ്ധിക്കുക. പുനർവിചിന്തനം ചെയ്യുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.